ഇന്ത്യൻ്റെ റസൂലാണ്, നബിയാണ്. ഇന്ത്യക്കാർക്കൊരു റസൂലുണ്ട്, നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, ഇന്ത്യയിൽ ഒരു റസൂൽ വന്നിട്ടുണ്ട്. ഇന്ത്യക്കാർക്കൊരു റസൂലുണ്ട്, നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? കേട്ടോക്കൂ. നമുക്ക് നൽകിയതായിരിക്കുന്ന ഒരു മഹാനാണ് സുൽത്താനുൽ ഹിന്ദി ഖാജാ മൊയ്നുദ്ദീൻ ചിശ്തി തങ്ങൾ. സുറഹുൽ അസീസ് നമ്മളുടെ ഇന്ത്യൻ്റെ റസൂലാണ്, നബിയാണ്. ഒരുപാട് കടപ്പാടും ഉത്തരവാദിത്വവും ഒക്കെ നമ്മളോടുള്ളതായിരിക്കുന്ന ഒരു നബിയാണ്. നായിബ് റസൂലായിട്ട് അഷ്റഫുൽ ഖൽക്ക് ഈ ലോകത്തേക്ക് അയച്ചതാണ്. ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, ഈ ലോകത്തുള്ള ജനങ്ങളെ മുഴുവനും സംരക്ഷിക്കാൻ വേണ്ടി, അവർക്ക് നിലനിൽപ്പ് നൽകാൻ വേണ്ടിയിട്ട്. ശ്രദ്ധിച്ചില്ലേ? ഖാജാ റസൂലുള്ളാഹ് എന്നാണ്, അറിയാതെ പറഞ്ഞു പോവുകയാണ്. നായിബ് റസൂലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചതാണ്. നോക്കൂ, എത്ര വികലമാണ് വിശ്വാസം. ഇന്ത്യയിൽ പ്രവാചകന് വന്നിട്ടുണ്ടാകാം എന്നാണ് നമ്മൾ പറയുക. കാരണം ഒരു ഉമ്മത്തിലേക്കും ഒരു നാട്ടിലേക്കും പ്രവാചകന്മാരെ അയക്കാതിരുന്നിട്ടില്ല എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലും പ്രവാചകന്മാർ വന്നിട്ടുണ്ടാകാം. പക്ഷേ ഇന്ത്യയിൽ വന്ന് നബി ഇന്ന ആളാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരാത്തിടത്തോളം കാലം നമുക്കത് അറിയില്ല. ഇനി വിഷയം അതല്ല. ഇവിടെ ഇന്ത്യയിൽ വന്ന റസൂൽ എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുന്നത് ഖാജാ മൊഹീദ്ദീൻ ചിശ്തി അഥവാ ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ച് മരിച്ചൊരു വ്യക്തിയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന ഖാത്തമുൻ നബിയ്യീൻ, പ്രവാചകന്മാരുടെ ഖാത്തം, അവസാനത്തെ കണ്ണി, സീലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ ജനിച്ചു വളർന്ന മിർസാ ഗുലാം അഹ്മദുൽ ഖാദിയാനി എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഞാൻ പ്രവാചകന് ശേഷം വന്ന ഒരു നബിയാണ് എന്ന് പറഞ്ഞപ്പോൾ അതിനെ മുക്തകണ്ഠം എതിർത്തവർ നമ്മുടെ നാട്ടിലെ സമസ്തയടക്കമുള്ള ആളുകളും അവരുടെ നേതാക്കന്മാരുമൊക്കെ ഉണ്ട്. അങ്ങനെ നബി വരില്ല എന്നത് ഒരു കേവല മുസ്ലിമിനുള്ള ധാരണയാണ്, പാഠമാണ്. എന്നാൽ ഇതുപോലും അറിയാത്ത അവസ്ഥയിലാണ് നമ്മുടെ നാട്ടിലെ സമസ്തയിലെ പുരോഹിതന്മാർ ഉള്ളത്. സാധാരണക്കാരായ ജനങ്ങളെ പലതും പറഞ്ഞ് പറ്റിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഒരു പ്രവാചകനെ ഈ ഒരു ലോകത്തേക്ക് പറഞ്ഞയക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞയച്ചതാണെന്ന്, അതും തന്നെ തെറ്റാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ഒരാളെയും പറഞ്ഞയച്ചിട്ടില്ല. പ്രവാചകൻ്റെ ജീവിത കാലഘട്ടത്തിൽ തന്നെ സ്വഹാബികളെ പല സ്ഥലങ്ങളിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ചിട്ടുണ്ട്. അതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശം എത്തിക്കുന്ന ആളെന്നോണം മാത്രമാണ്. അതല്ലാതെ ഒരു നബിയായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം റസൂൽ തന്നെ ആരെയും പറഞ്ഞയച്ചിട്ടില്ല. അങ്ങനെ ഉത്തരവാദിത്വം പ്രവാചകൻ അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല. ഒരു നബിയെ തിരഞ്ഞെടുക്കുക എന്നുള്ള അള്ളാഹുവിന് മാത്രമുള്ള കൽപ്പനയാണ്. നിങ്ങൾ നോക്കി, ഇങ്ങനെ ഒരുപാട് വികല വിശ്വാസങ്ങൾ സാധാരണക്കാരായ ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ നാട്ടിലുള്ള പുരോഹിത വിഭാഗത്തിലുണ്ട്. ഇവരുടെ വിശ്വാസം എത്രത്തോളം വികലമാണ്. ഇവിടെ ഒരു നബിയുണ്ട് കേരളത്തിലെന്ന് പറഞ്ഞു. ഇനി ഇവരുടെ വിശ്വാസപ്രകാരം ഇവർക്ക് ഒരു അള്ളയുണ്ട് കേരളത്തിൽ. അതാരെന്ന് കേട്ട് നോക്കൂ. ഇന്നും മടവൂരിലുള്ള റഷീദ് മുസ്ലിയാർ, എൻ്റെ ധാരണ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് റഷീദ് ഉസ്താദ് എന്നാണ്, ഷെയ്ഖുനാന്റെ കുടുംബക്കാരൻ. അവരുണ്ട് അണ്ടോണയിൽ മഹാനായ ഷെയ്ഖുനയുമായി ബന്ധപ്പെട്ട സംഭവം അനല്ലാ എന്ന് തന്നെ ഷെയ്ഖുന പറഞ്ഞ സംഭവം ഉണ്ടായി. കേട്ടില്ലേ? അനല്ലാ എന്ന് CM പറഞ്ഞു എന്നാണ്. നോക്കൂ, എത്ര വികലമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ ലോകത്തൊരു ആരാധ്യനില്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു ലോകത്ത് 1,00,000-ൽ പരം പ്രവാചകന്മാരെ പറഞ്ഞയച്ചു. ആ പ്രവാചകനിൽ ഏറ്റവും അവസാനത്തെ പ്രവാചകനായി മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു തിരഞ്ഞെടുത്തയച്ചു. ലാ ഇലാഹ ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്നത് നമ്മൾ ഇസ്ലാമിൻ്റെ സാക്ഷ്യവചനത്തിൻ്റെ ഒന്നാമത്തെ വാചകമാണ്. ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരണമെന്നുണ്ടെങ്കിൽ അവർ പ്രഖ്യാപിക്കേണ്ട പ്രഖ്യാപനത്തിൻ്റെ ആദ്യ വാചകമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഥവാ അല്ലാതെ വേറെ ഇലാഹില്ല. ഇവിടെ നോക്കൂ, ഞാൻ അള്ളയാണ് എന്നാണ്. അല്ലാത്ത മറ്റൊരു അള്ള ഉണ്ട് എന്ന് തന്നെ പറയുന്നു. മാത്രവുമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല ഞാൻ പടച്ചോനാണ് എന്ന് ചില ആളുകൾ പറഞ്ഞുവെന്നും അദ്ദേഹം തന്നെയാണ് പടച്ചോൻ എന്നാണ് ഞങ്ങളുടെ വിശ്വാസം എന്ന് പാട്ടുപാടി പഠിപ്പിച്ച ഒരവസ്ഥ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. പടച്ചോനാണോ ചോദിച്ചവനോട് ചൊല്ല്, അതെ 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 മടവൂരാണ് ഞങ്ങളെ പടച്ചോൻ അറിയേണ്ടേ, ഞങ്ങളെ പടച്ചോൻ അറിയേ. അപ്പോൾ നോക്കൂ, പ്രവാചകൻ ആണെന്ന് പറയാൻ,
പടച്ചോനാണെന്ന് പറയാൻ, ഒരാൾ അള്ളാഹു ആണെന്ന് പറയാൻ ഇവർക്കൊരു മടിയുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു. ഇവരുടെ വിശ്വാസത്തിൻ്റെ വൈകല്യങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഇനി കുറച്ചുകൂടി അപകടകരമായ മറ്റൊരു വാർത്ത നിങ്ങൾ കേട്ടു നോക്കൂ. ഏത് നന്മ ഇപ്പൊ നടക്കുന്നുണ്ടോ സുന്നത്തമാത്തിന്റെ പേരിൽ അതിൽ നിന്നൊരു വിഹിതം ഉസ്താദിന്റെ ഏടിലുണ്ടായിരിക്കും. അല്ലാഹു ആ നേതൃത്വത്തിന് ദീർഘായുസ് നൽകുമാറാകട്ടെ. ഉസ്താദ് അറിയാതെ ഞാൻ അള്ളാഹു താൻ എവിടെയും ജീവിക്കുന്നില്ല. ഉസ്താദ് അറിയാതെ ഞാൻ അള്ളാഹു താൻ എവിടെയും ജീവിക്കുന്നില്ല. നിങ്ങൾ നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കാന്തപുരത്തുള്ള മുസ്ലിയാർ അറിയാതെ ചെയ്യൂലെന്നാണ്. അപ്പോൾ അള്ളയാണോ വലുത്, കാന്തപുരമാണോ വലുത്? ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇവരുടെ വിശ്വാസത്തിൻ്റെ ഒരു വൈകല്യം, അതിൻ്റെ ആഴവും പരപ്പും ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരാൾ ഇവിടെ ഇന്ത്യയിൽ ഒരു റസൂല് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറയുന്നു. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഞാനാണെന്ന് ഒരാൾ പ്രഖ്യാപിച്ചു എന്ന് പറയുന്നു. അള്ളാഹു പടച്ചോനാണ് CM എന്ന് പറയുന്നു. ഇനി അതേക്കാളും അള്ള തന്നെ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കാന്തപുരം അറിയാതെ ചെയ്യൂല എന്ന് പറയുന്നുണ്ടെങ്കിൽ സഹോദരന്മാരെ ഈ വിശ്വാസത്തിൻ്റെ വൈകല്യം ഇത് വെറുതെ ഉണ്ടായതല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ആരാധനക്കർഹൻ. ആ ആരാധനകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നൽകുന്നത് അല്ലാത്ത ഒരാൾക്കും നമ്മൾ കൊടുക്കാൻ വേണ്ടി പാടില്ല. നമ്മുടെ പ്രാർത്ഥനകൾ അഗ്രഹവും അള്ളാഹുവോട് മാത്രമായിരിക്കണം. വഖാല റബ്ബുക്കും ഉദ്ഉനി, നിങ്ങൾ എന്നോട് തേടൂ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞിരിക്കുന്നത്. അസ്തജിബു ലക്കും, നാം നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന വാഗ്ദാനമാണ്. എൻ്റെ അടിമകൾ എന്നോട് ചോദിച്ചാൽ ഖുൽ ഇന്നി ഖരീബുൻ, ഞാൻ അവരോട് ഏറ്റവും അടുത്തു നിൽക്കുന്നു എന്നവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം പ്രവാചക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു പഠിപ്പിച്ചത് പറഞ്ഞത് ഖുർആനിൽ കാണാൻ സാധ്യമാകും. എന്നാൽ ഈ പ്രാർത്ഥനയും തേട്ടവും ആരാധനയും അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് വെച്ചു കൊടുത്തപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുഹയ്യിദ്ദീൻ ശൈഖിനോട് ഒക്കെ തേടാൻ തുടങ്ങി. വല്ലേ നിലത്തിയെന്നും എന്നെ വിളിപ്പോർക്ക് വായ്പൂടാ ഉത്തരം ചെയ്യും ഞാൻ എന്നോവർ എന്ന് അദ്ദേഹത്തെ വിളിച്ചാൽ, എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും ഉത്തരം ചെയ്യാൻ മാത്രം പാകത്തിൽ മുഹയ്യിദ്ദീൻ ശൈഖ് ഉണ്ട് എന്നൊക്കെ വിശ്വാസം ജനങ്ങൾ പഠിപ്പിച്ചപ്പോൾ അതിനെ എതിർത്ത് ഇതല്ല ശരിയായ ഇസ്ലാം, അള്ളാഹുവിൻ്റെ ദീൻ, പ്രവാചകനെ പഠിപ്പിച്ച ദീൻ ഇതല്ല എന്ന് സമൂഹത്തെ പഠിപ്പിക്കുമ്പോൾ ആ സമൂഹത്തിനെ വീണ്ടും തെറ്റിലേക്ക് കൊണ്ടുപോകാൻ ഇതിനു വേണ്ടി ന്യായങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുന്നതിനിടക്ക് ഇവർ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ പറഞ്ഞു പോകുന്നതാണ് ഇത്തരം വർത്തമാനം. അതുകൊണ്ട് തന്നെ ഈ വികലവാദങ്ങളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കി നമുക്ക് അള്ളാഹു അല്ലാത്ത ഒരാളെയും നമുക്ക് ആവശ്യമില്ല. നമ്മുടെ കാര്യങ്ങൾ ഏറ്റവും നന്നായി അറിയുന്നവൻ, നമ്മുടെ ഹബ്ലും വരീദ്, നമ്മുടെ കണ്ടനാടിയേക്കാൾ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാണ് നമ്മുടെ രക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു വ തആല. നമ്മൾ ചോദിച്ചാൽ എല്ലാം നൽകാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തയ്യാറാണ്. ആ റബ്ബിലേക്ക് മാത്രം നമ്മുടെ കരങ്ങൾ ഉയർത്തുക. അള്ളാഹു അല്ലാതെ റബ്ബിലേക്ക് അടുപ്പിക്കുന്നവരെന്ന് ആരൊക്കെ എന്തൊക്കെ ന്യായം പറഞ്ഞാലും അവരെല്ലാം നമ്മളെ റബ്ബിലേക്ക് അടുപ്പിക്കുകയില്ല, മറിച്ച് റബ്ബിൽ നിന്നും മഹാവിദൂരത്തേക്ക് നമ്മൾ അകറ്റുകയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിശ്വാസത്തെ, ആദർശത്തെ നന്നാക്കാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ അവരെയും സ്വർഗത്തിൻ്റെ വക്താക്കളാക്കി മാറ്റുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.